ബീൻസും മുള്ളങ്കിയും സോയാബീനുമെല്ലാം കടയിൽ നിന്ന് മാത്രം വാങ്ങുന്ന ശീലമാണ് നമുക്കുള്ളത്. എന്നാൽ ഈ മറുനാടൻ പച്ചക്കറികൾ നമ്മുടെ മണ്ണിലും വിളയിക്കാം. അതിന് തെളിവാണ് കണ്ണൂർ തില്ലങ്കേരി കാഞ്ഞിരാട് ഷേർലി നിവാസിൽ ഷിംജിത്തിന്റെ കൃഷിയിടം. ബീൻസ്, കാബേജ്, കോളിഫ്ലവർ തുടങ്ങി ഷിംജിത്തിന്റെ കൃഷിഭൂമിയിലില്ലാത്ത പച്ചക്കറികളില്ല. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള സോയാബീൻ ഉണ്ട്, ബീൻസ്, കൊത്തവര, ബീട്രൂട്ട്, ക്യാരറ്റ്, മല്ലിച്ചപ്പ്, പുതിന ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മറുനാടൻ പച്ചക്കറികൾക്ക് പുറമെ കൂർക്ക, കപ്പ, വാഴ, മത്തൻ എന്നിവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ തീർത്തും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് ഷിംജിത്തിന്റെ കൃഷിരീതി. അതിനാൽ പച്ചക്കറികൾക്കും ആവശ്യക്കാർ ഏറെയാണ്. ജൈവ കൃഷിയാണ് ഞാൻ നടത്തുന്നത്. രാസവളങ്ങളൊന്നും ഉപയോഗിക്കില്ല. മണ്ണിര കമ്പോസ്റ്റ്, ചാണകം, ആട്ടുംവളം, കടലപ്പിണ്ണാക്ക് അതെല്ലാം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കൃഷിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സാധനങ്ങൾക്ക് നല്ല ഡിമാൻഡുമാണ്. സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കി സാധനങ്ങളെല്ലാം കടയിലേക്ക് കൊടുക്കുകയാണ്. വേറെ ജൈവ കീടനാശിനി ഒന്നും ഉപയോഗിക്കാതെ കൊണ്ട് തന്നെ പ്രത്യേകം മാർക്കറ്റും കൂടുതലാണ്. നേന്ത്രവാഴ, പാളയംകോടൻ, പൂവൻ, റോബസ്റ്റ, ടിഷ്യൂ കൾച്ചർ ഉൾപ്പെടെ 13 തരം വാഴയാണ് ഷിംജിത്ത് കൃഷി ചെയ്യുന്നത്. പച്ചക്കറി കൃഷിക്ക് പുറമെ ഔഷധ സസ്യങ്ങളും ഇവിടെ വളർത്തുന്നുണ്ട്. ബ്രഹ്മി, അയമോദകം, ആടലോടകം, ആവണക്ക്, നീരാവലി, പതിമുഖം തുടങ്ങിയ ഔഷധങ്ങൾ ഇവിടെ തളച്ചു വളരുന്നു. ഈച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പെർമനന്റ് ഡ്രോപ്പ് ഉപയോഗിക്കുന്നത്. കുമ്പളം, വെള്ളേരി അതിൻ്റെ കായ്ത എടുക്കുന്നതിനുള്ള ഈച്ചയാണ്. ഈച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കണിയാണ് പെർമനന്റ് ഡ്രോപ്പ്. മുറ്റത്തും ടെറസിലും ചാക്കുകളിലാക്കിയാണ് പച്ചക്കറികൾ ഭൂരിഭാഗവും കൃഷി ചെയ്തു വരുന്നത്. കാട്ടുപന്നി ശല്യം മാത്രമാണ് ഈ യുവ കർഷകൻ നേരിടുന്ന പ്രധാന വെല്ലുവിളി. വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ടിൻ്റെ ഇതൊന്നും വേണ്ട. വെള്ളം മലേൻ്റെ മുകളിൽ നിന്ന് വരുന്നതുകൊണ്ട് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ആകെയിലെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പന്നീൻ്റെ ശല്യം മാത്രമാണ്. പന്നീൻ്റെ ശല്യം കാരണം ഞാൻ ടെറസിൻ്റെ മുകളിലും കൃഷി ചെയ്യുന്നുണ്ട്. വൈവിധ്യമാർന്ന ഈ കൃഷിരീതിക്കുള്ള അംഗീകാരവും ഷിംജിത്തിന് ലഭിച്ചു. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ യുവ കർഷകനായി തിരഞ്ഞെടുത്തത് ഷിംജിത്തിനെയാണ്. കൃഷി കൂടുതൽ വിപുലമാക്കി വിഷമുക്തമായ പച്ചക്കറികൾ ഒരുക്കാനാണ് ഷിംജിത്തിന്റെ പദ്ധതി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.